ഹായ് ഓൾ, ഇറ്റ്സ് മീ ക്ലിൻറ്റ്. ഈ ഒരു പ്രസൻറ്റേഷനിൽ ഞാൻ കവർ ചെയ്യുന്നത് ദ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അമെൻമെൻറ്റ്സ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദ സുപ്രീം ലോ ഓഫ് ലാൻഡ് ആണ്. അതായത് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും എല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ലിവിങ് ഡോക്യുമെന്റ് എന്നും കൂടിയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ലിവിങ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന് നമ്മളുടെ മാറുന്ന കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് അപ്ഡേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മാറാനുള്ള കഴിവുണ്ട്. അതിന് കോൺസ്റ്റിറ്റ്യൂഷനെ സഹായിക്കുന്നതാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 അഡോപ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യവും ഇന്നത്തെ നമ്മളുടെ സാഹചര്യവും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളും അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സഹായിക്കുന്നതാണ് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 പാർലമെന്റിന് അമെൻമെന്റ് പവർ കൊടുക്കുന്നത്. ആ ഒരു അമെൻമെന്റ് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1950 മുതൽ ഈ 2024 വരെ അമെൻഡിങ് പവർ യൂസ് ചെയ്തുകൊണ്ട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷന് 106 തവണയാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 106 അമെൻമെന്റ്സിൽ ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുകൂടാണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കേസ് ലോസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസന്റേഷനിൽ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫസ്റ്റ് അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 1951 ആദ്യത്തെ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു അമെൻമെന്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടു റിമൂവ് ദ സെർട്ടൈൻ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റഡ് ബൈ ദി കോർട്ട് ഡിസിഷൻ ഇൻ സെവറൽ കേസസ് സച്ച് ആസ് കാമേശ്വർ സിംഗ് കേസ്. അതായത് കാമേശ്വർ സിംഗ് കേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസ് ലോ ആണ്. ലാൻഡ് റിഫോംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് ലോ ആണ് അത്. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അമെൻമെന്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച്, പിന്നെ അതുകൂടാണ്ട് അക്വിസിഷൻ ഓഫ് സമീന്ദാരി ലാൻഡ്, പിന്നെ സ്റ്റേറ്റ് മോണോപോളി ഓഫ് ട്രേഡ്. ഇത്രയും ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് അമെൻമെന്റ് വന്നിരിക്കുന്നത്. ഈ ഫസ്റ്റ് അമെൻമെന്റിന് ശേഷം ഉണ്ടായ ചേഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എംപവർ ദ സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ്, അതാണ് ഒന്നാമത് ഉണ്ടായിട്ടുള്ള ചേഞ്ച്. പിന്നെ സേവിങ് ഓഫ് ലോ പ്രൊവൈഡിങ് ഫോർ ദ അക്വിസിഷൻ ഓഫ് എസ്റ്റേറ്റ്, പിന്നെ ആഡിങ് ഓഫ് 9th ഷെഡ്യൂൾ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് അമെൻമെന്റിന് ശേഷം ഉണ്ടായ ചേഞ്ചസ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു അമെൻമെന്റ് ആണ് 10th അമെൻമെന്റ്. 10th അമെൻമെന്റിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുത്തേക്കുന്ന ദാഗർ, നാഗർ, പിന്നെ ഹവേലി എന്നുള്ള ഈ ടെറിട്ടറീസ് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറ്റിക്കൊണ്ടിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് 10th അമെൻമെന്റ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ് 17th അമെൻമെന്റ്. 17th അമെൻമെന്റ് പറയുന്നത് ലാൻഡ് അക്വിസിഷനെ കുറിച്ചിട്ടാണ്. അതുവരെ ആർട്ടിക്കിൾ 31A പ്രകാരവും പിന്നെ 9th ഷെഡ്യൂളിന്റെ ബലത്തിലും ഗവൺമെന്റിന് ലാൻഡ് അക്വയർ ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അമെൻമെന്റിൽ പറയുന്നത് ഇറ്റ് പ്രൊഹിബിറ്റ് ദി അക്വിസിഷൻ ഓഫ് ലാൻഡ് അണ്ടർ ദി പേഴ്സണൽ കൾട്ടിവേഷൻ അൺലെസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ലാൻഡ് ഇസ് പെയ്ഡ് ആസ് കോമ്പൻസേഷൻ. അതായത് പേഴ്സണൽ കൾട്ടിവേഷന് ഉപയോഗിക്കുന്ന സ്ഥലത്തിന് മാർക്കറ്റ് വാല്യൂ കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ആ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്ന ഒരു അമെൻമെന്റ് ആണ് ഇത്. കൂടാതെ ഈ അമെൻമെന്റ് ശരിക്കും ആർട്ടിക്കിൾ 31A-നെയും 9th ഷെഡ്യൂളിനെയും മോഡിഫൈ ചെയ്തിട്ട് കൂടി വന്നേക്കുന്ന ഒരു അമെൻമെന്റ് ആണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് അമെൻമെന്റ് ആണ് 24th അമെൻമെന്റ്. ഈ 24th അമെൻമെന്റ് വരാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം ഗോലക്നാഥ് കേസാണ്. ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതിയുടെ ഡിസിഷൻ എങ്ങനെയായിരുന്നു? ഇറ്റ് ഹിൽഡ് ദാറ്റ് ദ പാർലമെന്റ് ഡസ് നോട്ട് ഹാവ് ദി പവർ ടു ടേക്ക് അവേ എനി ഫണ്ടമെൻ്റൽ റൈറ്റ് ടു അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ശരിക്കും പാർലമെൻറ്റിൻ്റെ ആ അമെൻഡിങ് പവർ ചലഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഗോലക്നാഥ് കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഗോലക്നാഥ് കേസിൽ പറയുന്നത് ശരിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് അമെൻഡ് ചെയ്യാനുള്ള പവർ നമ്മളുടെ പാർലമെൻറ്റിന് ഇല്ല എന്നും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ജഡ്ജ്മെൻറ്റ് വന്നത്. അതിനെ ശരിക്കും ഓവർ റൂൾ ചെയ്യാൻ, അല്ലെങ്കിൽ പാർലമെന്റിന് ആ സുപ്രീമസി ഓഫ് അമെൻഡിങ് പവർ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വന്ന ഒരു അമെൻമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ 24th അമെൻമെന്റിനെ പറയാൻ പറ്റും. ഈ അമെൻമെന്റിന് ശേഷം ഉണ്ടായ ചേഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഗിവ് ദ പവർ ടു ദ പാർലമെന്റ് ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. കൂടാണ്ട് ഇറ്റ് മേക്ക് ഇറ്റ് കമ്പൽസറി ടു ദ പ്രസിഡന്റ് ടു ഗിവ് കൺസെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്
ബിൽ. അതായത് പ്രസിഡന്റ് ആണെങ്കിലും ആ ഒരു ബില്ലിന് അപ്രൂവ് കൂടി കൊടുക്കേണ്ടി വരും. അതാണ് 24th അമെൻമെന്റിൽ പറയുന്നത്. ഇനി അടുത്ത ഒരു വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള അമെൻമെന്റ് ആണ് 25th അമെൻമെന്റ്. 25th അമെൻമെന്റിലാണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ് എടുത്തു മാറ്റിയത്. കൂടാണ്ട് ആർട്ടിക്കിൾ 39B ഓർ സി പ്രകാരം ഉണ്ടാക്കുന്ന നിയമങ്ങളും മറ്റും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 14, 19, 31 ഇവയുടെ വയലേഷൻ എന്നും പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി പറഞ്ഞേക്കുന്നത് ഈ 25th അമെൻമെന്റിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 42nd അമെൻമെന്റ് ആണ്. ഈ ഒരു അമെൻമെന്റിലാണ് നമ്മുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ള 3 പുതിയ ടേംസ് ആഡ് ചെയ്തത്. അതുകൂടാണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ബൈ ദ സിറ്റിസൺ എന്നുള്ളത് ന്യൂ പാർട്ടായിട്ട് പാർട്ട് 4A കൂടി ആഡ് ചെയ്തു. പിന്നെ വന്നൊരു ഡിഫറൻ്റ് ആണ് പ്രസിഡന്റ് ബോണ്ട് ബൈ ദി അഡ്വൈസ് ഓഫ് ദി ക്യാബിനറ്റ് എന്നുള്ള ഒരു ടേമും കൂടി ആഡ് ചെയ്തത് 42nd അമെൻമെന്റിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 73rd അമെൻമെന്റ് ആണ്. 73rd അമെൻമെന്റ് ആണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്തത്. കൂടാണ്ട് ഈ അമെൻമെന്റിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഒട്ടനവധി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പുതിയതായിട്ടുള്ള പാർട്സും ഷെഡ്യൂൾസും ആഡ് ആയ ഒരു അമെൻമെന്റും കൂടിയാണ് 73rd അമെൻമെന്റ്. പുതുതായിട്ട് പാർട്ട് 9 എന്നും പറഞ്ഞിട്ട് ഒരു പാർട്ടും കൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ആയി. കൂടാണ്ട് 11th ഷെഡ്യൂളും കൂടി ആഡ് ആയി. ഇറ്റ്സ് കണ്ടെയ്ൻ 29 ഫങ്ഷണൽ ഐറ്റംസ് ഓഫ് ദി പഞ്ചായത്ത് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി 11th ഷെഡ്യൂൾ. ഇതൊക്കെയാണ് ഈ 73rd അമെൻമെന്റിന് ശേഷം ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 74th അമെൻമെന്റ് ആണ്. 74th അമെൻമെന്റും 73rd അമെൻമെന്റും അത്യാവശ്യം സിമിലാരിറ്റീസ് ഉള്ള ഒരു അമെൻമെന്റ്സ് ആണ്. 73rd അമെൻമെന്റ് പഞ്ചായത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 74th അമെൻമെന്റ് മുനിസിപ്പാലിറ്റീനെ കുറിച്ചാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റീസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അമെൻമെന്റ് ആണ് 74th അമെൻമെന്റ്. ഈ ഒരു അമെൻമെന്റിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പാർട്ട് 9A. അതുകൂടാണ്ട് ഷെഡ്യൂളിലാണെങ്കിൽ 12th ഷെഡ്യൂളും കൂടി ഈ ഒരു അമെൻമെന്റിന് ശേഷമാണ് വന്നത്. ഇത് രണ്ടും പറയുന്നത് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് അമെൻമെന്റ്സ് എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ്സ് ഏതൊക്കെയാണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ഹാവ് എ നൈസ് ഡേ.